ഞാൻ ഫസ്റ്റ് വരുന്നത് സീരിയലിലാണ്. രാജസേനങ്കിളാണ് എന്നെ കൊണ്ടുവന്നത്. സിനിമയിൽ വന്നത് കമലങ്കിളാണ്, കമലങ്കളുടെ കറുത്ത പക്ഷി. കമലങ്കൾ സ്കൂളിലേക്ക് ഇങ്ങനെ അന്വേഷിച്ച് വരുമായിരുന്നു. മല്ലീനെ ചെയ്യാൻ അങ്ങനെ ആരും ആപ്റ്റ് ആവാത്തതുകൊണ്ട് ഇങ്ങനെ സ്കൂളിലേക്ക് വരുമായിരുന്നു. അങ്ങനെ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അമൃത വിദ്യാലയത്തിലായിരുന്നു. അപ്പോൾ അന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ എന്നെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാനന്ന് പഠിക്കുന്നത് 2nd സ്റ്റാൻഡേർഡിലായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം മമ്മൂട്ടിയെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ അങ്കിൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കമലങ്കിൾ പറഞ്ഞു തരുമായിരുന്നു, നല്ലോണം പറഞ്ഞു തരുമായിരുന്നു, സീനൊക്കെ നല്ലോണം പറഞ്ഞു തരുമായിരുന്നു. അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നി. ആദ്യം ഷോട്ട് എന്ന് പറയുന്നത് ഒരു പൂവിനെ എന്നെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരു പൂ ഉണ്ടാവില്ല ഇതിൻ്റെ മുകളിൽ. എന്നിട്ട് അച്ഛനോട് വന്ന് പറയുന്നതാണ്, എൻ്റെ പൂ പൊട്ടിച്ചു ആ ചേച്ചി. അങ്ങനെ കമലങ്കിൾ എന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ലോണം പറഞ്ഞു തരും, നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അങ്കിളുടെ കൂടെ വർക്ക് ചെയ്യാൻ. കമലങ്കിൾ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഡയലോഗ് പറയാനാണെങ്കിലും. അന്നൊക്കെ എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അങ്കിളൊക്കെ വന്നിട്ട് നല്ലോണം പറഞ്ഞു തരുമായിരുന്നു, ഇങ്ങനെ ചെയ്യണം മോളെ, ഇതാണിപ്പോൾ ഇവിടെ ആവശ്യം എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. മമ്മൂട്ടിയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ സെറ്റിൽ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല ജോളിയായിട്ട് ചെയ്ത വർക്കാണ്. പിന്നെ പറയുകയാണെങ്കിൽ മമ്മൂട്ടികൾ പറഞ്ഞു തരുമായിരുന്നു. ഞാൻ എന്നാൽ ചെറുതായിരുന്നു കാരണം ഭയങ്കര മീൻസ് കുറച്ചും കൂടി വേണം, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. മല്ലി എന്ന് പറയുന്നത് ഒരു മലയാളം അറിയാം, തമിഴും അറിയാം. അപ്പോൾ ഒരു അന്ധേ ബാലികയായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലെൻസൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും നന്നായി ചെയ്യാൻ പറ്റി. മല്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലോണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മല്ലി. കറുത്ത പക്ഷിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഇങ്ങനെ പൂവിൻ്റെ നിറം ചോദിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയും നല്ലൊരു ഷോട്ടായിരുന്നു. എല്ലാവരും എന്നെ കാണുമ്പോൾ പറയും ആ ഷോട്ടിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ പൂവിന് എന്താ കളറ് എന്ന് ചോദിക്കുന്നത്. അതെനിക്കിഷ്ടപ്പെട്ടു. ഫസ്റ്റ് സോങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കറുത്ത പക്ഷികളുടെ സോങ് ആയിരുന്നു. ഒരു മീൻസ് മീനാൻറ്റീനെ ഇങ്ങനെ പുനർജന്മം മല കിടത്താൻ വേണ്ടി പോകുന്ന ആ സോങ് ആയിരുന്നു ഫസ്റ്റ്. അത് നല്ലതായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല ജോളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. നല്ല സോങ് ആയിരുന്നു അത്. അന്ന് ഞാൻ ഷോട്ടൊക്കെ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്ന് കരയാനൊക്കെ തുടങ്ങുമായിരുന്നു. അപ്പോൾ മമ്മൂട്ടിയങ്ങളും കമലങ്ങളൊക്കെ വന്നിട്ട് പറയും, സാരമില്ല നമുക്ക് ഇനി എടുക്കാം, മോൾക്ക് പറ്റണ പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു. നല്ല രസമായിരുന്നു. ഡബ് ചെയ്തപ്പോൾ ഇങ്ങനെ തന്നെ ആദ്യമായിട്ടായിരുന്നു ഡബ് ചെയ്യുന്നത്. അന്ന് ഫസ്റ്റ് കറുത്ത പക്ഷികൾക്ക് വേണ്ടി ഞാൻ ഡബ് ചെയ്യുന്നത്. ഒരു ഡബ്ബിങ് തിയേറ്റർ കാണുന്നത് ഞാൻ അപ്പോഴാണ്. അപ്പോൾ ലൈക്ക് കമലങ്കിൾ അതിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേ ഡബ് ചെയ്യാനൊക്കെ. എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ട് എങ്ങനെയാണോ മോൾ അഭിനയിച്ച് അങ്ങനെ തന്നെ ഡബ് ചെയ്താൽ മതി, അഭിനയിച്ച് ഡബ് ചെയ്തോളൂ, കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ചോക്ലേറ്റൊക്കെ മേടിച്ചതെന്നാണ് ഞാൻ ഡബ് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡബ്ബിങ് തിയേറ്ററിൽ. എനിക്ക് ഫസ്റ്റ് തിയേറ്ററായിരുന്നു ലാൽ മീഡിയ. മിൽക്കി ബാറൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വർക്കായിരുന്നു. ഫസ്റ്റ് മേക്കപ്പ് എന്ന് പറയുന്നത് പി വി മണി അങ്കിളായിരുന്നു. മണിയങ്കിളാണ് ഫസ്റ്റ് മേക്കപ്പ് ഇട്ടത് കറുത്ത പക്ഷികൾക്ക് വേണ്ടിയിട്ട്. ആദ്യം ഞാൻ സ്ക്രീൻ ടെസ്റ്റിൽ പോയപ്പോൾ നല്ല പട്ടുപാടൊക്കെ ഇട്ട് നല്ല ക്യൂട്ടായിട്ട് പോയതായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്നെ നല്ല കറുത്ത കുട്ടിയാക്കി. അത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ നല്ല ബ്ലാക്കാക്കി. അത് കഴിഞ്ഞിട്ട് കണ്ണിൽ ലെൻസ് വയ്ക്കുമ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു, നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ ഫുൾ കണ്ണിൽ ലെൻസ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും വേദനിച്ചു അങ്ങനെയാണ്, എങ്ങനെയാണ് കണ്ണ് അങ്ങനെ ആക്കിയെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ശരിക്കും ലെൻസ് വെച്ചതാണ്.